ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുൾ ഗ്ലാം ആയിട്ടുള്ളൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. നല്ല ബ്രൗൺ സ്മോക്കി ആയി പ്ലസ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്കിൻ കെയർ സൂപ്പറായിരിക്കണം, അപ്പോഴാണ് നമ്മൾ മേക്കപ്പ് സൂപ്പർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിൽഗ്രിമിൻ്റെ 24 ക്യാരറ്റിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിറം ഉണ്ട്, അതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. നല്ല ഗ്ലോ തരും കേട്ടോ ഫേസിന്. പിന്നെ പ്ലമ്മിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് ഏകദേശം കഴിഞ്ഞു കിട്ടിയത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ, സൂപ്പറാണ്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സാണ്. ലിപ്സ് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 3 ഫിംഗർ റൂൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് അതും നല്ലോണം അപ്ലൈ ചെയ്ത് നല്ല ഗ്ലോ തരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ, സൂപ്പറാണ്. തീരെ വൈറ്റ് കാസ്റ്റും ഇല്ല കേട്ടോ, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ബ്ലഷാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഷ് ഞാൻ നല്ലോണം തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു കാണുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ലെയറിങ് വേണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ കൂടെ ഫൗണ്ടേഷൻ്റെ മുകളിൽ കൂടെ തന്നെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് മുകളിൽ കൂടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫിനിഷ് സൂപ്പറാണ്. നെക്സ്റ്റ് ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ ബ്രഷാണ്, അത് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം ലാസ്റ്റായിട്ട് ഒന്ന് ഒടിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫുള്ള് ബ്ലഷ് കവർ ആവില്ല, ഇച്ചിരി കവറേജ് കിട്ടും. ബ്ലഷ് അടിയിൽ നിന്ന് കാണുകയും ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ബ്ലഷ് ഇപ്പോഴും കാണുന്നുണ്ട്, നേരിട്ട് ഒന്നുകൂടി നന്നായിട്ട് കാണും കേട്ടോ. പിന്നെ ഞാനൊരു ഡാമ്പായിട്ടുള്ള ബ്യൂട്ടി സ്പഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഫേസ് മൊത്തം ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ബ്ലെൻഡ് ആവാത്ത ലൈൻസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് കോൺടൂർ ചെയ്യാണ്, ക്രീം കോൺടൂറാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ നോർമലി കോൺടൂർ ചെയ്യുക ആ ഭാഗങ്ങളൊക്കെ കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസും പിന്നെ ചിന്നിൻ്റെ ലിപ്സിൻ്റെ തൊട്ടടിയിലും പിന്നെ ചിൻ ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ജോ കട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഡബിൾ ചിന്നൊക്കെ വന്നിട്ടുണ്ട്, ഇച്ചിരി വെയിറ്റും കൂടിയിട്ടുണ്ട്, ബേബി വെയിറ്റാണ്. അപ്പോൾ കൊള്ളും. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. നോസ് കോൺടൂർ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അടിയിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം, മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്യാൻ വേണ്ടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്ത് പറഞ്ഞാലും എനിക്ക് ഇതിൻ്റെക്കാളും ബെസ്റ്റ് ഒരു പൗഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ലാക്മേയുടെ സെറ്റിംഗ് പൗഡറാണ്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി ആ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് കണ്ണിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്ത് നല്ല ഫിൽറ്റർഡ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോൺടൂർ അപ്ലൈ ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നല്ലോണം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ലോണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ മുകളിലും സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവിടെയും കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തത് ഞാൻ കൺസിലർ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ബ്രൗൺ സ്മോക്കിയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബ്ലഷാണ്, പൗഡർ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ എൻ്റെ നെറ്റിയുടെ ആ ഭാഗം തൊട്ടിട്ട്, നെറ്റിയിലില്ല എന്നാലും ആ സൈഡിൽ ആ നെറ്റിയുടെ ആ ഭാഗം തൊട്ടിട്ട് എൻ്റെ ബ്ലഷ് ഫുള്ള് ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരില്ല, കാരണം കുറച്ചും കൂടി ഫേസ് സ്ലിമ്മറായിട്ട് തോന്നാനാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺടൂർ ലിപ്സ്റ്റിക് ബ്ലഷ് ചെയ്യുന്നതിൽ മുന്നേ ചെയ്യണമായിരുന്നു, ബട്ട് അത് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കഴിഞ്ഞിട്ടായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എവിടേക്കാണ് നമ്മൾ ബ്രോൺസ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ഈ കോൺടൂർ പൗഡറും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക, നന്നായി ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. നെക്സ്റ്റ് ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ എംപവേർഡ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ക്രീം 2 പൗഡർ ഐ ഷാഡോ ഉണ്ട്, ബ്ലാക്ക് കളർ. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലാഷ് ലൈൻ്റെ അടുത്തായിട്ട്, അപ്പോൾ ലാഷ് ലൈൻ്റെ അടുത്തായിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് പെർഫെക്റ്റ് ആവണമെന്നില്ല, നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത്. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ബ്രഷോ ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മെറൂണിഷ് ബ്രൗൺ കളറാണ്. അത് വെച്ചിട്ട് നമ്മുടെ ലിഡ് തുറക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രീസ് ലൈൻ വരുന്നുണ്ടല്ലോ, അവിടെ വരെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കിംഗ് ബ്രഷ് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം, അത് എക്സ്ട്രാ വർക്കാണ്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്ലെൻഡ് ലുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഡാർക്ക് തൊട്ടിട്ട് ലൈറ്റ് ആയി ഷാഡോയിലേക്ക് പോവാണ്, അപ്പോൾ നമുക്ക് ആ ഒരു നല്ല സ്മോക്കി ലുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞാൻ അഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ക്രീസ് ലൈൻ വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്തിട്ട് അത് പുറത്തേക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി അപ്ലൈ ചെയ്യുക,
കൂടുതൽ അപ്ലൈ ചെയ്യരുത്, കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ബ്ലെൻഡ് കേട്ടോ, നല്ല സൂപ്പറായിരിക്കും. ഞാൻ പ്ലമ്മിൻ്റെ തന്നെ കാജൽ എടുത്തിട്ട് ഒന്നും കൂടി ആ ഒരു ലാഷ് ലൈനിൻ്റെ മുകളിൽ ബ്ലാക്കിൻ്റെ മുകളിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്തിട്ട് അഗെയിൻ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ഡിഫൈൻഡ് ബ്ലാക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിയിൽ അണ്ടർ വാട്ടർ ലൈനിൻ്റെ അടിയിലാണ് യൂസ് ചെയ്യുന്നത്, ഉള്ളിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അഗെയിൻ അത് കഴിച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് മുകളിൽ അപ്ലൈ ചെയ്ത അതേ ബ്രൗണിഷ് മെറൂൺ കളർ ഉണ്ടല്ലോ അതും അടിയിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലത്തെ ഐ ഷാഡോവും അടിയിലത്തെ ഐ ഷാഡോവും നമ്മൾ ഗ്യാപ്പില്ല, അത് നല്ല സീംലെസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇന്ന വാട്ടർ ലൈനിൽ ഞാൻ ഒരു വെള്ള കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണ് നല്ല വിടർന്ന് നിൽക്കും. പിന്നെ മുകളിലത്തേലും ഞാൻ അഗൈൻ ആ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, കാരണം നമുക്ക് ആ ഒരു ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനാണ് കേട്ടോ. പിന്നെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പറും ലോവർ ലാഷ് ലൈനിലും മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഫാൾസ് ലാഷസ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ലുക്ക് നല്ല ബോൾഡാണ്. ഫാൾസ് ലാഷസ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐബ്രോസും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ബ്രാൻഡിൻ്റെ മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യാണ്. ഇത് ബോബി ബ്രൗണിൻ്റെ ഹൈലൈറ്ററാണ്. നല്ല ഹൈലൈറ്ററാണ്, നല്ല എന്താ പറയുക സിൽവർ ലുക്കാണ് കേട്ടോ, ഗോൾഡ് അല്ല. അപ്പോൾ ഞാൻ ഇൻഡോ വെസ്റ്റേൺ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിൽവർ ഹൈലൈറ്ററിലേക്കാണ് കേട്ടോ പോയത്. നല്ല ഗ്ലോയി ആയിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഹൈലൈറ്റ് ചെയ്യുന്നത് ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ എവിടെയാണ് നമുക്ക് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത് അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഒന്നുകൂടി എടുത്ത് കാണിക്കേണ്ട സ്ഥലത്താണ് കേട്ടോ. ഇന്ന കോർണറിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ കണ്ണിന് നല്ല വിടർന്ന് കാണും. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് അടിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഈ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുകയാണ്. ഒരു ബ്രൗൺ ലിപ്പ് ലൈനറാണ്, ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. എനിക്ക് ഈ ലിപ്പ് ലൈനർ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ലിപ്സ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഷൻ്റെ ലിപ്സ്റ്റിക്കാണ്, അതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് എനിക്ക് ഒന്നുകൂടി ലൈറ്റ് വേണമെന്ന് തോന്നിയ കാരണം ഞാനൊരു ന്യൂഡ് കളർ വെച്ചിട്ട്, ഒരു പിങ്കിഷ് ന്യൂഡ് കളറാണ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഇന്നർ കോർണറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഫീൽ വരും കേട്ടോ. ഫീലല്ല, ലുക്ക് തന്നെയുണ്ട്. അപ്പോൾ നല്ല സൂപ്പർബായിരിക്കും. അപ്പോൾ ഇതാണ് ഫിനിഷ് ലുക്ക് വരുന്നത്. ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്, സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എങ്ങോട്ടും പോവില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫിനിഷ് ലുക്ക് വരുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നല്ലൊരു ലുക്കാണ്. നിങ്ങൾക്ക് ഇൻഡോ വെസ്റ്റേൺ ലുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഏത് ലുക്കിൻ്റെ കൂടെ ആയാലും ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ്, സ്പെഷ്യലി ഇൻഡോ വെസ്റ്റേൺ ലുക്കിന് നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സിൽവർ ജ്വല്ലറി വെച്ചിട്ടാണ് ഇത് പെയർ ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ള ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആകെ 2-3 ഷാഡോസാണ് വേണ്ടി വന്നിട്ടുള്ളൂ. നല്ല സൂപ്പറായിരിക്കും ലുക്ക്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഞാൻ ഓണം സീരീസ് ചെയ്യുന്നുണ്ട്, 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കാം കേട്ടോ. അതുപോലത്തെ ബ്യൂട്ടി കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സൈഡിലത്തെ ബെൽ ബട്ടൺ അപ്ലൈ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഓണം.